കുറച്ച് പഴയ ഒരു രാവിലത്തേടമാണ്. പ്രത്യേകം പറഞ്ഞതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അന്നുള്ള വീഡിയോസ് അല്ല നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എടുക്കുന്ന വീഡിയോ ചിലപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇപ്പോൾ എവിടുന്ന് ചക്ക കിട്ടി എന്നുള്ള ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ആദ്യമേ പറഞ്ഞതാണ്. ഇതിന് മുമ്പൊരു മുരിങ്ങയില കറിയുടെ വീഡിയോ ഇട്ടപ്പം കുറേ പേര് എന്നോട് വന്ന് പറഞ്ഞു കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുത് എന്ന്. അത് കർക്കിടകത്തിലെ വീഡിയോ അല്ലെന്ന് ഞാൻ ക്യാപ്ഷനിൽ എഴുതിയിട്ട് പോലും പലരും വന്നത് പറഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ ചക്കപ്പുട്ടിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തതാണ് കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് നമുക്ക് എളുപ്പത്തിൽ അങ്ങ് പുട്ടുണ്ടാക്കാം. വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടിയായിരുന്നു. അതുകൊണ്ട് നമ്മളത് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് ഒരു അരമണിക്കൂർ നനച്ച് മാറ്റി വെച്ചു. വീട്ടിലുണ്ടാക്കുന്ന പൊടിയായിരുന്നെങ്കിൽ നമുക്കിത് നേരെ ഈ ചക്ക അരിഞ്ഞതിലിട്ട് ഇളക്കിയെടുത്താൽ മതിയായിരുന്നു. ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇഡ്ഡലി പാത്രത്തിൽ ഒരു കണ്ണോപ്പ് വെച്ചു. അതിൽ ആദ്യം തേങ്ങാപ്പീര ഇട്ടു, പിന്നെ നനച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇട്ടു, പിന്നെ ഏറ്റവും മുകളിലും കുറച്ച് തേങ്ങ വാരി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കുക. കുളിയൊക്കെ കഴിഞ്ഞ് ഒരാൾ പ്രത്യക്ഷപ്പെടാൻ സമയമായി കണ്ടോ. രാവിലെയും രാത്രിയിലും 8 മണിയാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ സമയം. അതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വൈകുമ്പോൾ മോനുകുട്ടൻ വിസിലടിക്കും എനിക്ക് വിശക്കുന്നേന്ന്. അപ്പോൾ ചക്കപ്പുട്ടൊക്കെ റെഡിയായി. ഒരുപാട് സമയമൊന്നും വെച്ച് വേവിക്കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ചക്കപ്പുട്ട് ഉണ്ടാക്കുന്ന വെറൈറ്റി രീതികൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ.